Hi everyone, welcome to Entri coding software testing. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസിനെ പറ്റിയിട്ടൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പ്രീവിയസ് വീഡിയോയിൽ. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ബേസിക്സ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഈ വീഡിയോസ് ഒന്നും കാണാത്തവരാണെങ്കിൽ നമ്മുടെ എൻട്രി കോഡിംഗ് യൂട്യൂബ് ചാനലുണ്ട്, അതിനകത്തിൽ ഈ പറയുന്ന വീഡിയോസ് എല്ലാം തന്നെയുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ ഫങ്ഷണൽ ടെസ്റ്റിങ്ങും നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനെയും കുറിച്ച് ഒരുപാട് സംസാരിച്ചിരുന്നു അല്ലേ, മാനുവൽ ടെസ്റ്റിംഗ് പഠിച്ച സമയത്ത്. അപ്പോൾ ഇന്ന് നമ്മൾ അതിനകത്തിലെ തന്നെ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ, നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് നമ്മൾ എടുക്കുമ്പോൾ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടെസ്റ്റിംഗ് ടൈപ്പാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫോമൻസ് ടെസ്റ്റിങ്ങിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലേ. അപ്പോൾ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഡെവലപ്മെൻറ്റ് ടീം എന്ന് പറയുന്നത്, മിക്കവാറും ഓരോ ആപ്ലിക്കേഷൻസും ഉണ്ടാക്കുമ്പോൾ അതിന് പിന്നിൽ പല തരത്തിലുള്ള ടീംസ് ഉണ്ട്. ഇതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഡെവലപ്പർ കാണും, ടെസ്റ്റേഴ്സ് കാണും, ഡിസൈനേഴ്സ് കാണും, അതുപോലെ ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്പേഴ്സ്, അങ്ങനെ നമ്മൾ ഒരുപാട് കാറ്റഗറീസ് ഓഫ് ആൾക്കാരെ പറ്റി കേട്ടിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ ഇത്രയും പേര് മാത്രം ഇരുന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻസ് എത്ര പേരായിരിക്കും ഉപയോഗിക്കുന്നത്? കസ്റ്റമേഴ്സായിട്ട് എത്ര പേരായിരിക്കും വരുന്നത്? 1000 ആണോ, ലക്ഷങ്ങളാണോ, കോടികളാണോ? നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. എത്ര യൂസേഴ്സ് വേണമെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കസ്റ്റമർ ആവാം. ഇപ്പം ആമസോൺ എടുത്താലും ഫ്ലിപ്കാർട്ട് എടുത്താലും ഇതുപോലുള്ള ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ഏത് തന്നെ എടുത്താലും ഇത് തന്നെ അവസ്ഥ. അതിൻ്റെ പിന്നിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ടീമുണ്ട്. ഒരു ചെറിയ വിഭാഗം ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ഈ ലോകമെമ്പാടുമുള്ള ആളുകളാണ്. അപ്പം നമ്മൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പലതരത്തിലുള്ള ഓഫേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബിഗ് മില്യൺ ഡേയ്സ്, അതുപോലെ ഫ്രീഡം ഫെസ്റ്റിവൽ അല്ലേ. അപ്പോൾ ഇതിലെല്ലാം നമുക്ക് കുറച്ച് ഡീൽസും കാര്യങ്ങളും എല്ലാം വരുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും എന്ത് ചെയ്യും? ഓൺലൈൻ പർച്ചേസ് ഒരുപാട് ചെയ്യുന്ന ഒരു സമയമാണത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ ആപ്ലിക്കേഷൻ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ? അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്? നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ഇത് ഇത്രയും പേര് ഈ സമയത്ത്? ഇപ്പം നമുക്ക് ചിലപ്പോൾ പറയാം ഓഫർ വരുന്നത് 12 മണിക്കാണ് അല്ലെ, 12 മണിക്ക് മുമ്പ് നിങ്ങളിത് പർച്ചേസ് ചെയ്യണം, നിങ്ങൾക്ക് 2 hours കൂടെ ഉള്ളൂ. അപ്പോൾ ഈ 2 hours എല്ലാവരും ട്രൈ ചെയ്യണം അല്ലേ ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പം ഒരു പ്രശ്നവും കൂടാതെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ് പെർഫോമൻസ് ടെസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ടെസ്റ്റിംഗ് രീതിയാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു ആപ്ലിക്കേഷൻ്റെ യൂസർ ലോഡ് എത്രയാണെന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് തന്നെ ആപ്ലിക്കേഷൻ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ ഇന്ന് ആ പെർഫോമൻസ് ടെസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിനായിട്ട് എന്താണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പഠിക്കുന്നുണ്ട്. എന്തിനാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, എന്നാലും വിശദമായിട്ട് നമ്മൾ എന്തിനാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത്, ടൈപ്സ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ്, പെർഫോമൻസ് ടെസ്റ്റിങ്ങിൻ്റെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, അതിൽ നമ്മൾ മെയിനായിട്ട് കണക്കാക്കുന്ന മെട്രിക്സുകൾ എന്തൊക്കെയാണ്, അതുപോലെ ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാം എന്നുള്ളത്. പിന്നെ അതിൽ മെയിനായിട്ടുള്ള പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ടൂളാണ് JMeter എന്ന് പറയുന്നത്. അപ്പോൾ JMeterൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ, ഇൻസ്റ്റലേഷൻ, പിന്നീട് നമ്മൾ ആ ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗ് JMeter യൂസ് ചെയ്തിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം തന്നെ വാട്ട് ഈസ് പെർഫോമൻസ് ടെസ്റ്റിംഗ്? എന്താണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്? ഇപ്പോൾ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞതുപോലെ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. അപ്പം സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ കസ്റ്റമറിന് ഒരു പ്രശ്നവും കൂടാതെ, ഒരു ഡിഫിക്കൽട്ടിയും കൂടാതെ യൂസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ട് അതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അനോമലീസ് ഉണ്ടോ എന്ന് ഡിറ്റക്റ്റ് ചെയ്ത് അത് റിസോൾവ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ജോബാണ്. അപ്പോൾ അതിൽ 2 ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് മെയിൻലി നമ്മൾ നടത്തുന്നത്.
ഒന്ന് ഫങ്ഷണൽ ടെസ്റ്റിങ്ങും രണ്ടാമത്തത് നോൺ ഫങ്ഷണൽ ടെസ്റ്റിങ്ങും. അപ്പോൾ ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനെ പറ്റി നമ്മൾ കഴിഞ്ഞ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ പ്രീവിയസ് വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ആപ്ലിക്കേഷൻ്റെ ഫങ്ഷണാലിറ്റി അല്ലാത്ത, അതായത് ഇപ്പോൾ അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അതിൻ്റെ ഇൻ്റർഫേസ് എങ്ങനെയാണ്, അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ എങ്ങനെയാണ്, യൂസർ എക്സ്പീരിയൻസ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം കൂടി വെച്ചിട്ടാണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഒരു നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ്. ഇനിയും പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്താണ് ചെക്ക് ചെയ്യുന്നത്? പല ലോഡിലും സ്ട്രെസ്സിലും അതുപോലെ തന്നെ സ്കെയിലും ഒരു ആപ്ലിക്കേഷൻ സ്കെയിൽ ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം യൂസർ ലോഡെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ആപ്ലിക്കേഷൻ എത്ര പേരാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ആപ്ലിക്കേഷൻ, ഇപ്പോൾ ആമസോൺ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ 100 പേര് ഉപയോഗിക്കണം. ഒരു എക്സാമ്പിൾ മാത്രമാണിത്. 100 പേര് ഉപയോഗിക്കണം എന്നാണ് ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻ്റ് എങ്കിൽ ഈ 100 പേർക്കും ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റണം. അതായത് ഈ 100 പേര് ഒരേ സമയം ആപ്ലിക്കേഷൻ യൂസ് ചെയ്താലും ഒരു തരത്തിലുള്ള ഇഷ്യൂസ്, ക്രാഷസോ ഹാങ് ആവുകയോ അല്ലെങ്കിൽ എന്താണോ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഗോളെന്ന് വെച്ചാൽ അത് നടക്കാതിരിക്കുകയോ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ അത് എൻഷുർ ചെയ്യണം. അപ്പോൾ ആ പെർട്ടിക്കുലർ യൂസറിലോട് ക്ലയൻറ്റിന് ഓൾറെഡി ഡിറ്റർമിൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി അതിൽ കൂടുതൽ വന്നാലും ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യേണ്ട കേസസ് ഉണ്ടാവും. അതായത് ഓരോ ആപ്ലിക്കേഷൻ്റെ പോപ്പുലാരിറ്റിയും അതിൻ്റെ റിക്വയർമെൻറ്റും അനുസരിച്ചാണ് ഈ യൂസർ ലോഡ് നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷന് ഏകദേശം എത്ര യൂസേഴ്സ് ആയിരിക്കും ഒരു ദിവസം യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ ഒരു 7 PM to 8 PM എത്ര യൂസേഴ്സ് ആയിരിക്കും ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത്? ഇപ്പം നമുക്ക് ലെറ്റ്സ് സേ ഇതൊരു 1000 പേരാണ് യൂസ് ചെയ്യുന്നതെന്ന് കൺസിഡർ ചെയ്യാം. ഇത്രയുമല്ല എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. എന്നാൽ ഞാനൊരു നമ്പർ എടുത്തു എന്നേ ഉള്ളൂ. 1000 പേരാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫേസ്ബുക്കിനകത്തിൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഈ 1000 പേരിൽ കൂടുതൽ ഒരു 2000 പേരിപ്പോൾ വരികയാണെങ്കിൽ തന്നെ ഈ 2000 പേർക്കും ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. അത് പറ്റുമോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അപ്പോൾ ചില കേസിൽ നമുക്കങ്ങനെ ആവശ്യം വരും. അതായത് ഒരു സഡൻ സ്പൈക്ക് വന്നാലോ അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു ലിമിറ്റായി പോയാൽ ഈ 1000 എന്നുള്ളത് കുറഞ്ഞ് 100 പേരായാലും ഈ 100 പേർക്കും ഈസി ആയിട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റണം. മറിച്ച് തിരിച്ച് കൂടുതൽ വന്നാലും ആപ്ലിക്കേഷൻ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഇനി അതല്ല, ഇപ്പം ചില സൈറ്റുകളൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളിപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചില സമയത്ത് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ നോക്കുമ്പം വളരെ സൈറ്റ് ഒന്ന് ഡൗൺ ആണെന്ന് കാണിക്കുക, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ടത് വരിക. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും അല്ലേ? നിങ്ങൾ എക്സാം റിസൾട്ടൊക്കെ നോക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വരുമ്പോഴായിരിക്കും ഇതിങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് പെർഫോമൻസ് ടെസ്റ്റിങ്ങിൻ്റെ ലാക്കാണ്. അപ്പോൾ അത് പ്രോപ്പർലി ഇത്ര സ്റ്റുഡൻസ്, അതായത് നോർമലി പോകുന്ന ഒരു സൈറ്റിനെ പെട്ടെന്ന് ഈ ഒരു 7 PM to 8 PM ആണ് അവർ റിസൾട്ട് പബ്ലിഷ് ചെയ്തതെങ്കിൽ ഇത്രയും ട്രാഫിക് അവിടെ ജനറേറ്റ് ചെയ്യാണ്. ആ ട്രാഫിക്കിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ആപ്ലിക്കേഷന് നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ ഈസി ആയിട്ട് അവർക്ക് അവരുടെ ഓരോ കാര്യങ്ങൾ സാധിക്കാനാണ് ഈ ഓൺലൈൻ ആപ്ലിക്കേഷൻസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇറിറ്റേറ്റഡ് ആവും. അപ്പോൾ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻസിനെയൊക്കെ വെബ് ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളിപ്പോൾ ഒരു കേരള യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് മാത്രമേ റിസൾട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ അല്ലേ? പക്ഷേ ഇപ്പോൾ ഒരു ആമസോൺ പോലുള്ള ആപ്പാണ് ഇതുപോലെ ഡൗൺ ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ആപ്ലിക്കേഷൻ്റെയും റിക്വയർമെൻ്റ് അനുസരിച്ച് പെർഫോമൻസ് ടെസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന എന്താണ്? സ്പീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ആമസോണിൻ്റെ കാര്യം എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആമസോണിൽ ലോഗിൻ ചെയ്യുന്നു, അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ പേജിലേക്ക് വരുന്നു, ഓരോ പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, കാർട്ടിലേക്ക് ആഡ് ചെയ്യുന്നു, ക്വാണ്ടിറ്റി ആഡ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അത് വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക്
ഒട്ടും ആ ഒരു ആപ്ലിക്കേഷനുമായിട്ട് യൂസ് ചെയ്യാനായിട്ട് മനസ്സുണ്ടാവില്ല അല്ലേ. നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പം നിങ്ങൾക്ക് ലെറ്റ്സ് സേ നമുക്ക് ഒരു ബാഗ് വേണം, എനിക്ക് അർജൻറ്റാണ് ബാഗ്, നെക്സ്റ്റ് വീക്കിലേക്ക് എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ബാഗ് വേണം. ഞാൻ ആമസോണിൽ കയറി ബാഗ് ഇങ്ങനെ സെലക്ട് ചെയ്യാണ്, എന്നിട്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാണ്, ഒന്നും നടക്കുന്നില്ല, ഇങ്ങനെ ബഫറായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ദേഷ്യം വരത്തില്ലേ? ഞാൻ എന്ത് ചെയ്യും? ഉടനെ പോയി വല്ല ഈബേന്നോ മിൻട്രേന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നോ വേറെ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയി ഓർഡർ ചെയ്യും അല്ലേ. അപ്പോൾ സ്പീഡെന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. ഒരു നോർമൽ യൂസർ ലോഡ് കണ്ടീഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഓഫേഴ്സ് വരുന്ന സമയത്താണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഏതൊരു കസ്റ്റമർ ആപ്ലിക്കേഷനെ ആക്സസ് ചെയ്യാൻ നോക്കിയാലും എന്ത് സംഭവിക്കണം? അവർക്കത് പർച്ചേസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണോ അവിടുത്തെ ആ ഒരു ഫങ്ഷനാലിറ്റി അത് വർക്ക് ചെയ്തിരിക്കണം വളരെ ഫാസ്റ്റായിട്ട് തന്നെ, ഒരു ബഫറിങ് കൂടാതെ അല്ലേ. അപ്പോൾ സ്പീഡാണ് ഒരു ഫോക്കസ് എന്ന് പറയുന്നത്. രണ്ടാമത് സ്കെയിലബിലിറ്റി. അപ്പോൾ സ്കെയിൽ ചെയ്യുക എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂസേഴ്സ് കൂടുന്നതിനനുസരിച്ച് ആപ്ലിക്കേഷൻസ് എല്ലാവർക്കും ഒരേ യൂസർ ബിഹേവിയർ കൊടുക്കണം. ഇപ്പോൾ ഞാനും നിങ്ങളും എല്ലാം തന്നെ ഒരേ സമയത്ത് ആപ്ലിക്കേഷൻ ആക്സസ് ചെയ്യുകയാണെങ്കിൽ തന്നെ എനിക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റി, നിങ്ങൾക്ക് പറ്റുന്നില്ല. ഇങ്ങനൊരു ബിഹേവിയർ ആണോ ഒരു ആപ്ലിക്കേഷൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അല്ല, എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റണം അല്ലേ. അപ്പം യൂസറിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ എത്ര യൂസർ സ്കെയിലിംഗ് വന്നാലും നമ്മളുടെ ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? അത് ഓക്കെ ആയിരിക്കണം. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ ഫീച്ചേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ആപ്ലിക്കേഷൻ വൈസ് സ്കെയിൽ ചെയ്താലും ആപ്ലിക്കേഷൻ എന്ത് ചെയ്യണം? സ്മൂത്തായിട്ട് റൺ ചെയ്യണം. ഇപ്പോൾ എക്സ്ട്രാ ഒരു ഫീച്ചറും കൂടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ ഒരിക്കലും സ്ലോ ആവാൻ പാടില്ല അല്ലേ. അപ്പോഴും ആപ്ലിക്കേഷൻ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം. റിലയബിലിറ്റി. അപ്പോൾ ഏതൊരു ആപ്ലിക്കേഷനും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ടായാൽ മാത്രമേ അത് വീണ്ടും നമ്മൾ യൂസ് ചെയ്യത്തുള്ളൂ അല്ലേ. അപ്പോൾ അതിനോടൊരു ട്രസ്റ്റ് നമുക്കുണ്ടാവും. നമുക്ക് എപ്പോഴും നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ റീസണും അതുതന്നെയാണ്, ട്രസ്റ്റ് അല്ലെങ്കിൽ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഏതൊരു ആപ്ലിക്കേഷനും റിലയബിൾ ആയിരിക്കണം അല്ലെങ്കിൽ ട്രസ്റ്റബിൾ ആയിരിക്കണം. ഓക്കെ. ദെൻ സ്റ്റെബിലിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു രീതിയിലുള്ള ക്രാഷോ ഹാങ്ങോ ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. എല്ലാ ഫീച്ചേഴ്സും കറക്റ്റായിട്ട് തന്നെ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് പെർഫോമൻസ് ടെസ്റ്റിംഗ്? പെർഫോമൻസ് ടെസ്റ്റിംഗ് ഈസ് എ ടൈപ്പ് ഓഫ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ്. അത് എന്താണ് മെയിനായിട്ട് വെരിഫൈ ചെയ്യുന്നത്? ഇറ്റ് ചെക്സ് ഹൗ ദ സിസ്റ്റം പെർഫോമൻസ് അണ്ടർ യൂസർ ലോഡ്, സ്ട്രെസ്, സ്കെയിലബിലിറ്റി. നമ്മൾ എത്ര യൂസർ ലോഡ് കണ്ടീഷൻസ് കൊടുത്താലും, എത്ര യൂസേഴ്സ് ആപ്ലിക്കേഷനെ ഉപയോഗിച്ചാലും, അതുപോലെ തന്നെ എത്ര സ്ട്രെസ്സ് കൊടുത്താലും, സ്ട്രെസ് എന്ന് പറയുമ്പം ആ വേർഡ് തന്നെ കേൾക്കുമ്പോൾ നമുക്കൊരു സ്ട്രെസ് ഫീലിംഗ് അല്ലേ. അപ്പോൾ സ്ട്രെസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, ഒരു നോർമൽ യൂസർ കൗണ്ട് ഉണ്ടല്ലോ. ഇപ്പോൾ 1000 എന്നുള്ളിടത്ത് ഒരു 2000 കൊടുത്താലും അതിനെ ഹാൻഡിൽ ചെയ്യുക, സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുക, ഒരു തരത്തിലുള്ള എറേഴ്സും അവിടെ പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ ചില വെബ് ആപ്ലിക്കേഷൻസൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് സൈഡ് വെൻഡ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എറർ മെസ്സേജ് വരും. അപ്പം നമുക്ക് ആകപ്പാടെ ദേഷ്യം വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടാവാതിരിക്കുക, അതിനെ പ്രോപ്പർലി ഹാൻഡിൽ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് കോഡുകളായിരിക്കും വരുന്നത്, അതാണ് ഏറ്റവും വലിയ കോമഡി. അപ്പോൾ അത് ബാക്ക് എൻഡ് ഡെവലപ്പേഴ്സ് ആ എറേഴ്സിന്, അങ്ങനെയുള്ള എക്സെപ്ഷൻസിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ കോഡുകളൊക്കെ നമുക്ക് ഫ്രണ്ടിൽ കാണേണ്ടി വരുന്നത്. ആസ് എ യൂസർ നമ്മളതൊന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ പ്രോപ്പറായിട്ടുള്ളൊരു നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ഓക്കെ സൈറ്റ് അണ്ടർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള ലെവലിലൊരു മെസ്സേജാണ് യഥാർത്ഥത്തിൽ നമ്മളവിടെ റീപ്ലേസ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സെപ്ഷൻ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയും അപ്പോൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗ് നമ്മൾ ഇതിലൂടെ നടത്തുന്നതിലൂടെ നമുക്ക് എന്താണ് ലോഡ് ടെസ്റ്റ് പാസ്സാവും. പെർഫോമൻസ് ടെസ്റ്റിംഗ് പലതരത്തിലുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഒരു സിസ്റ്റം സ്റ്റേബിൾ ആണോ എന്ന് നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് വൈ പെർഫോമൻസ് ടെസ്റ്റിംഗ്, എന്തുകൊണ്ട് പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എൻഷുവേഴ്സ് ആപ്ലിക്കേഷൻസ് റിലയബിലിറ്റി ആൻഡ് സ്പീഡ്. അപ്പോൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് മേജറായിട്ട് ചെക്ക് ചെയ്യുന്നത് എന്താണ്?
ഏതൊരു ആപ്ലിക്കേഷൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മളുടെ അവിടെ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം അല്ലേ. അതും ഒരു എക്സ്പെക്റ്റഡ് വർക്ക് ലോഡ്. ഇപ്പോൾ ആമസോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആമസോണിൽ നേരത്തെ പറഞ്ഞതുപോലെ 1,00,000 യൂസേഴ്സ് ഇന്ന ടൈമിൽ കയറുന്നു, അത് അവരുടെ ഒരു എക്സ്പെക്റ്റേഷനാണ്, ബിസിനസ് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ABC എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് വെച്ചോ, ഇവർക്കൊരു വെബ്സൈറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ 7 PM to 8 PM ഇന്നത്തെ ദിവസം 7 PM to 8 PM എത്ര യൂസർ ലോഡ് വരും എന്നാണ് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ. മേ ബി ഒരു 100 യൂസേഴ്സ് വരും എന്നതായിരിക്കും ചിലപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ. അവിടെ ഒരിക്കലും ഈ ആമസോണിന് കൊടുക്കുന്ന എക്സ്പെക്റ്റഡ് വർക്ക് ലോഡ് നമ്മളിവിടെ സെറ്റ് ചെയ്യുമോ? ഇല്ല. കാര്യം ഈ ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലുമായിട്ട് ആ ഒരു സ്ഥലത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുപാടുമുള്ള ആൾക്കാരായിരിക്കും ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവരുടെ ബിസിനസ് റിക്വയർമെൻ്റ് അനുസരിച്ച് എത്രയാണോ ഹാൻഡിൽ ചെയ്യേണ്ടത് അതിനനുസരിച്ച് നമ്മളവിടെ അവർക്കൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് എൻഷുർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് അവിടെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ക്രാഷസോ അല്ലെങ്കിൽ ഡിലേസ് അല്ലെങ്കിൽ ടൈം ഔട്ടുകൾ നമ്മുടെ വെബ്സൈറ്റ് യൂസ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന് ഉണ്ടാവാതെ നോക്കുക. അതാണ് അവിടെ മെയിൻലി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തരത്തിലുള്ള ക്രാഷ് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ ഡിലേ ഉണ്ടാവുന്നില്ല, ടൈം ഔട്ട് ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതെന്ത് ചെക്ക് ചെയ്യുന്നു? അതാണ് ഈ റിലയബിലിറ്റിയും സ്പീഡും എൻഷുർ ചെയ്യുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? ഡിറ്റക്ട്സ് ബോട്ടിൽ നെക്സ് ബിഫോർ ഡിപ്ലോയ്മെൻറ്റ്. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഡിപ്ലോയ്മെൻറ്റിന് മുന്നേ ഉണ്ടോ എന്ന് പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകും. അതായത് ഇപ്പോൾ മെമ്മറി ലീക്സ് ഉണ്ടോ അല്ലെങ്കിൽ സെർവർ ഓവർലോഡ് ഉണ്ടോ. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ യൂസേഴ്സിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബോട്ടിൽ നെക്സ് ഉണ്ടോ? അതിന് എക്സാമ്പിളാണ് പറഞ്ഞത്, ഇതുപോലെ മെമ്മറി ലീക്സ് ഉണ്ടോ അല്ലെങ്കിൽ ഡേറ്റാബേസ് ക്വയറി സ്ലോനെസ് ഉണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടോ എന്ന് നേരത്തെ തന്നെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റുന്നു. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ബോട്ടിൽ നെക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് റിസോൾവ് ചെയ്യാനായിട്ട് കഴിയുന്നു. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ഹെൽപ്സ് ഇൻ കപ്പാസിറ്റി പ്ലാനിങ്. അപ്പോൾ പല യൂസർ ലോഡിൽ നമ്മൾ ഈ ആപ്ലിക്കേഷനെ ടെസ്റ്റ് ചെയ്യും. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നമ്മളുടെ റിക്വയർമെൻറ്റ് എത്രയാണ് ആ ഒരു നോർമൽ യൂസർ ലോഡ് കൊടുത്തിട്ട് ടെസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അതിനെക്കാട്ടിൽ ഓവറായിട്ടൊരു എക്സ്ട്രീം യൂസർ ലോഡ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യും. ഇനി വളരെ കുറവ് യൂസർ ലോഡ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യും. ഇങ്ങനെ പല രീതിയിലുള്ള യൂസർ ലോഡ് കൊടുത്തിട്ട് നമ്മളിതിനെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ റിയൽ വേൾഡ് ട്രാഫിക് എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം, സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യണം എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞത് കപ്പാസിറ്റി പ്ലാനിങ്ങിന് നമ്മുടെ ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നു. എത്ര യൂസേഴ്സിന് നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇംപ്രൂവ്സ് യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ബിസിനസ് റെപ്യൂട്ടേഷൻ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എപ്പോഴും വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മളെപ്പോഴും അക്സെപ്റ്റബിൾ ആയിരിക്കും അല്ലേ. നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നു, ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നു, ഇതിൻ്റെയൊക്കെ രസം ഇത് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര മണിക്കൂർ വേണമെങ്കിൽ ഇതിൻ്റെ മുന്നിലിരിക്കാം അല്ലേ. അതിലൊരു തരത്തിലുള്ള ഗ്ലിച്ചും വരുന്നില്ല, വളരെ കുറവാണ്. പക്ഷെ അതും നോർമൽ കേസ് പറയാണ്, ഒരു നോർമൽ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നിങ്ങളെ വീണ്ടും എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് വീണ്ടും നമ്മൾ അതിലേക്ക് തന്നെ എപ്പോഴും നമുക്കൊരു ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് എല്ലാവരും ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആപ്സിലേക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ടുള്ള റെസ്പോൺസീവായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും യൂസറിനെ ഹാപ്പിയാക്കി വെക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ യൂസർ ഹാപ്പി ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ബിസിനസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിനെ മെറ്റയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് ഇൻക്രീസ് ചെയ്യാണ് അല്ലേ. നമുക്ക് ജസ്റ്റ് നമ്മളുടെ ഒരു ടൈം പാസ് ആണെന്നേ ഉള്ളൂ. പക്ഷേ മെറ്റയെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ നടക്കുന്നത്?
അവരുടെ ആ ഒരു ബിസിനസ്സിനെ തന്നെ അഫക്റ്റ് ചെയ്യുകയാണത്. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് മെയിൻലി ഈ ഒരു സിസ്റ്റം എഫിഷ്യൻ്റ് ആണോ എന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പെർഫോമൻസ് ടെസ്റ്റിംഗ് കൊണ്ട് സാധിക്കുന്നു. ഇനിയും അടുത്ത ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റ്സ് ഫിനാൻഷ്യൽ ലോസസ് ഡ്യൂ ടു സ്ലോ സിസ്റ്റം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ സ്ലോ ആയിട്ടുള്ള ഏതോ ഒരു ആപ്ലിക്കേഷനിൽ നിന്നും കസ്റ്റമേഴ്സ് വളരെ പെട്ടെന്ന് വിട്ടുപോകാനുള്ള ചാൻസസ് ഉണ്ട് അല്ലേ. വളരെ ഇപ്പം ഫേസ്ബുക്ക് ആണ് നിങ്ങൾ റിസൾട്ട് നോക്കുമ്പോൾ വരുന്ന യൂണിവേഴ്സിറ്റി സൈറ്റ്സ് ബിഹേവ് ചെയ്യുന്നത് പോലെ ഫേസ്ബുക്കാണ് ബിഹേവ് ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും നേരെ ഇൻസ്റ്റഗ്രാമോ അല്ലെങ്കിൽ എക്സോ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ അവരുടെ എൻ്റർടൈൻമെൻറ്റ് പർപ്പസിനായിട്ട് യൂസ് ചെയ്യും. പിന്നെ അവിടെ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള ട്രോളുകളായിരിക്കും കാണുന്നത്. ഇപ്പം നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ്. അപ്പോൾ ലോസ് ഓഫ് കസ്റ്റമർ അവിടെ ഉണ്ടാവുന്നു, അങ്ങനെ പ്രൊഡക്ടിവിറ്റി കുറയുന്നു. അതുപോലെ തന്നെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, നേരത്തെ പറഞ്ഞ യൂസർ ഹാപ്പിയായ ബിസിനസ് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ എത്ര കുളമാണോ അത്രയും നമ്മുടെ ബിസിനസ്സിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നല്ലതാണെങ്കിൽ യൂസർ ഹാപ്പിയാണെങ്കിൽ ബിസിനസ് ഓക്കെയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ്സിനെ അത് വളരെ നെഗറ്റീവായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെയുള്ള ഇഷ്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റിസോൾവ് ചെയ്ത് വളരെ അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് ആപ്ലിക്കേഷനെ കൊടുക്കാനായിട്ട് സാധിക്കുന്നു. ടൈപ്സ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ ഇനിയും പെർഫോമൻസ് ടെസ്റ്റിംഗ് തന്നെ പല തരത്തിലുണ്ട്. ഓക്കെ, അതിൽ മെയിനായിട്ടുള്ള കുറച്ച് ടൈപ്സാണ് ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ലോഡ് ടെസ്റ്റിംഗ്, സ്ട്രെസ് ടെസ്റ്റിംഗ്, എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ്, സ്പൈക്ക് ടെസ്റ്റിംഗ്, വോളിയം ടെസ്റ്റിംഗ് ആൻഡ് സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ്. അപ്പം എന്തൊക്കെയാണ് ഈ ലോഡ് ടെസ്റ്റിംഗ്, സ്ട്രെസ് ടെസ്റ്റിംഗ്? ഇതെല്ലാം തന്നെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇത് പല കണ്ടീഷൻസ് ആണ്. ആക്ച്വലി നമുക്ക് പറയാൻ പറ്റും ടൈപ്സ് എന്ന് പറയുന്നത് പല കണ്ടീഷൻസ് ആണ്, പല കണ്ടീഷൻസ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. ബേസിക്കലി പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ യൂസറിലോട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ എല്ലാ യൂസേഴ്സിനും ഒരേ ബിഹേവിയർ കിട്ടണം, ഒരു തരത്തിലുള്ള ക്രാഷും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത്. ഇതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. അപ്പോൾ ടൈപ്സ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് പല തരത്തിലുള്ള കണ്ടീഷനിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ലോഡ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് മെഷേഴ്സ് പെർഫോമൻസ് അണ്ടർ എക്സ്പെക്റ്റഡ് ലോഡ്. നമുക്കൊരു എക്സ്പെക്റ്റഡ് ലോഡ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ ഇത്ര യൂസേഴ്സ് യൂസ് ചെയ്യാമെന്ന് നമുക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ആസ് എ ക്ലയൻറ്റ് അല്ലെങ്കിൽ ആസ് എ സ്റ്റേക്ക് ഹോൾഡർ ഓഫ് ദിസ് ആപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ അത്രയും യൂസേഴ്സിന് ഇപ്പം 100 പേര് ആണ് എൻ്റെ ഒരു കസ്റ്റമേഴ്സായിട്ട് വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നതെങ്കിൽ ആ 100 പേർക്കും ഒരേ ബിഹേവിയർ അവിടെ കൊടുക്കണം, അല്ലെങ്കിൽ ഒരേപോലെ 100 പേർക്കും ആക്സസ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, ആ ഒരു കണ്ടീഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് എന്ത് ചെക്ക് ചെയ്യുന്നത്? ലോഡ് ടെസ്റ്റിംഗ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സൈമൾട്ടേനിയസ്ലി 100 പേരും, അതായത് ഒരേ സമയം 100 പേര് ആക്സസ് ചെയ്താലും ആപ്ലിക്കേഷൻ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണം. ഇനി രണ്ടാമത്തേത് സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ്. സ്ട്രെസ് ടെസ്റ്റിംഗ് നേരത്തെ പറഞ്ഞതുപോലെ പേര് കേൾക്കുന്നത് പോലെ തന്നെ നമ്മളൊരു എക്സ്ട്രീം യൂസർ ലോഡ് അവിടെ കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ടെസ്റ്റിങ്ങിൽ എന്താണ്? ഒരു എക്സ്ട്രീം യൂസർ ലോഡ് കൊടുക്കുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ 100 പേരാണ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു 2000 പേര് അല്ലെങ്കിൽ 1000 പേര് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഒരു എക്സ്ട്രീം യൂസർ ലോഡാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ബിയോണ്ട് ലിമിറ്റ്സ് ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10,000 യൂസേഴ്സ് ടു ഫൈൻഡ് ദി ബ്രേക്കിംഗ് പോയിൻറ്റ്. നോർമൽ കേസിൽ നിന്നും ഒരു 10,000 പേര് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ക്രാഷ് ആവുമോ? അതാണ് അവിടെ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനി അതിനുശേഷമുള്ളത് എൻഡ്യൂറൻസ് ഓർ സോക്ക് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് ആ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റെബിലിറ്റി ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക്, ഒരു ഇത്ര സമയത്തേക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. ഇത്രയും സമയം ഒരു ആപ്ലിക്കേഷൻ ഇത്രയും യൂസേഴ്സ് ഒരു 100 പേര് ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇത്ര ടൈമിലേക്ക് യൂസ് ചെയ്യുകയാണ്, കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ബിഹേവ് ചെയ്യുന്നതെന്നാണ് എൻഡ്യൂറൻസിൽ നോക്കുന്നത്. അതിനുശേഷമുള്ള എന്താണ്? സ്പൈക്ക് ടെസ്റ്റിംഗ് ആണ്. സ്പൈക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്നൊരു യൂസർ ലോഡ് കണ്ടീഷൻ വരികയാണ്. നേരത്തെ പറഞ്ഞ ബിഗ് മില്യൺ ഡേയ്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഓഫർ സെയിൽസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നതിൽ നോർമലി കണ്ടുവരുന്നതിൽ ഇപ്പം ഐഫോൺ 17 ഇപ്പോൾ റിലീസ് ചെയ്തു. ഐഫോൺ 17 ഈ ആമസോണിൻ്റെ ഒരു ഭാഗമായിട്ട്
വരുന്ന ദിവസങ്ങളിൽ ഇത്ര പൈസ കുറഞ്ഞ് അല്ലെങ്കിൽ 45,000 കിട്ടുന്നു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും ഐഫോൺ 17 പിന്നാലെ പോകും അല്ലേ? എല്ലാവരും ഐഫോൺ 17 വാങ്ങിക്കാനുള്ള ചാൻസ് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു സഡൻ സ്പൈക്കാണ് വന്നിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈമിലേക്കാണ് ഞാൻ ഈ സെയിൽ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രയും ടൈമിലേക്ക് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് ആയിരിക്കും അവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് സ്പൈക്ക് ടെസ്റ്റിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇനി സ്കെയിലബിലിറ്റി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് സിസ്റ്റംസ് എബിലിറ്റി ടു സ്കെയിൽ അപ്പ് ആൻഡ് ഡൗൺ. നേരത്തെ പറഞ്ഞതുപോലെ യൂസർ സ്കെയിലിങ്ങും ആകാം, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ എത്രത്തോളം വലുതാക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നു അതിനനുസരിച്ച് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വോളിയം ടെസ്റ്റിംഗ്, ചെക്ക് പെർഫോമൻസ് വിത്ത് ലാർജ് ഡേറ്റ വോളിയൂംസ്. ഒരുപാട് യൂസർ ലോഡ്സ് അല്ലെങ്കിൽ ഒരുപാട് ഡേറ്റ ആഡ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ രജിസ്ട്രേഷൻ പേജ്, ഒരു പെർട്ടിക്കുലർ പുതിയൊരു ആപ്ലിക്കേഷൻ വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിലെന്തെങ്കിലും ഭയങ്കര ഹിഡൻ ആയിട്ടുണ്ട് അല്ലെങ്കിൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളതുണ്ട്, എല്ലാവരും ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ ടിക്ടോക്കൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്കറിയാം എല്ലാവരും ആപ്ലിക്കേഷനിലേക്ക് രജിസ്ട്രേഷൻ ചെയ്യുമായിരുന്നു അല്ലേ? അപ്പോൾ അത്രയും രജിസ്ട്രേഷൻ ഒരേ സമയത്ത് വരുമ്പോൾ ഒരു ലാർജ് ഡേറ്റയാണ് അവിടെ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ബിഹേവ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിങ്ങിൽ ചെക്ക് ചെയ്യുന്നത്. ഇതെല്ലാം തന്നെ എന്താണ്? ബേസിക്കലി പെർഫോമൻസ് ആണ് ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്തതായി നമുക്ക് പ്രോസസ് ഓഫ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. ഈ പെർഫോമൻസ് ടെസ്റ്റിങ്ങിൽ എന്തെല്ലാം പ്രോസസ്സുകളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫൈ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്. ഓക്കെ, നമ്മളുടെ ടെസ്റ്റ് എൻവയോൺമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതായത് സെർവേഴ്സ്, നെറ്റ്വർക്ക്സ്, ടൂൾസ്. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു സാഹചര്യം എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇതിൽ മെയിനായിട്ട് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മൾ ആ ഒരു എൻവയോൺമെൻറ്റ് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതുപോലെ ഹാർഡ്വെയർസ് എന്തൊക്കെ വേണം, സോഫ്റ്റ്വെയർസ് എന്തൊക്കെ വേണം, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ എന്തൊക്കെ വേണം. ഇതൊക്കെയാണ് ടെസ്റ്റ് എൻവയോൺമെൻറ്റ് എന്ന് ബേസിക്കലി പറയുന്ന കാര്യങ്ങൾ അല്ലേ? പെർഫോമൻസ് ടെസ്റ്റിംഗ് ടൂൾസ്, നമുക്ക് പെർഫോമൻസ് ടെസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് അതിനായിട്ട് സ്പെസിഫിക്കലി ടൂൾസ് ഉണ്ട്. JMeter, ലോഡ് റണ്ണർ പോലെയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്. അപ്പോൾ അതിലേത് ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, നെറ്റ്വർക്ക് കോൺഫിഗറേഷൻസ്, ടൂൾസ് ഇതെല്ലാം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. രണ്ടാമത് എന്താണ്? ഡിഫൈൻ പെർഫോമൻസ് ക്രൈറ്റീരിയ. ഓക്കെ, അതായത് നമ്മളൊരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു മെട്രിക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു മെഷർമെൻറ്റ് ഗോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗ് ഗോൾസ് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഒരു റെസ്പോൺസ് ടൈം, ഉദാഹരണം പറഞ്ഞു നമ്മളിവിടെ റെസ്പോൺസ് ടൈം കൊടുത്തിട്ടുണ്ട്. റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് എന്താണ്? എത്ര പെട്ടെന്ന് സിസ്റ്റം റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫീച്ചറിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്തൊരു ആക്ഷൻ ചെയ്താലും 3 സെക്കൻഡിനുള്ളിൽ അതിനകത്തിൽ നിന്ന് നമുക്ക് റെസ്പോണ്ട് കിട്ടണം. ഇങ്ങനെയുള്ളൊരു കാര്യം അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ത്രൂപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഓരോ സെക്കൻഡിലും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന റിക്വസ്റ്റിനെയാണ് ത്രൂപുട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ എന്താണ്? 100 റിക്വസ്റ്റ് പെർ സെക്കൻഡ്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 100. ഓരോ സെക്കൻഡിലും 100 റിക്വസ്റ്റിനെക്കാട്ടിൽ കൂടുതലായിരിക്കണം ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പെർഫോമൻസ് ടെസ്റ്റിംഗ് ഗോൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക? ഡിഫൈൻ ചെയ്യും. അടുത്തത് പ്ലാൻ ആൻഡ് ഡിസൈൻ സീനറിയോസ്, അതായത് യൂസർ ജേർണീസ്, ഇൻപുട്ട് ഡേറ്റ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ വേൾഡ് യൂസേജിനെ ടെസ്റ്റേഴ്സ് മിമിക് ചെയ്യുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ യൂസേഴ്സ് ലോഗിൻ ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? സെർച്ച് ചെയ്യുന്നു, പർച്ചേസ് ചെയ്യുന്നു, അപ്പോൾ പല ആക്ഷൻസ് നമുക്കൊരു വെബ്സൈറ്റിൽ ചെയ്യാൻ പറ്റും. അപ്പം സൈമൾട്ടേനിയസ്ലി ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? ആ പെർഫോമൻസ് ടെസ്റ്റിംഗ് മാനുവലി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണ്? അത്രയും നമ്പർ ഓഫ് ആൾക്കാരെ നമുക്ക് ഹയർ ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ അല്ലേ? ടെക്നിക്കലി പോസിബിൾ അല്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനുള്ള ടൂൾസിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടൂൾസ് ആകുമ്പോഴത്തേക്കും ഇതിനെ മിമിക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്.
ഇനി അതിന് ശേഷം നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കോൺഫിഗർ ടെസ്റ്റ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മെയിൻലി കോൺഫിഗർ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്ന ടൂൾസിനെ സെറ്റപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ മോണിറ്ററിങ് സിസ്റ്റം, നമ്മുടെ പ്ലാനിനനുസരിച്ചുള്ള മോണിറ്ററിങ് സിസ്റ്റം സെറ്റപ്പ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ടെസ്റ്റ് എൻവയോൺമെൻറ്റിനെ കോൺഫിഗർ ചെയ്യുക എന്ന് വെച്ചാൽ. അതിനുശേഷം ടെസ്റ്റ് എൻവയോൺമെൻറ്റ് ഓൾമോസ്റ്റ് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, എക്സിക്യൂട്ട് ടെസ്റ്റ്. നമുക്ക് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ പല കണ്ടീഷൻ, പല ടൈപ്സ് ഓഫ് ടെസ്റ്റിംഗ് പഠിച്ചു. നോർമൽ ലോഡിൽ ടെസ്റ്റ് ചെയ്യുന്നത് എന്തായിരുന്നു, ലോഡ് ടെസ്റ്റിംഗ്. ബിയോണ്ട് കപ്പാസിറ്റി ചെക്ക് ചെയ്യുക, അതായത് എന്താണ് സ്ട്രെസ് ടെസ്റ്റിംഗ്. അല്ലെങ്കിൽ ഒരു സഡൻ സ്പൈക്ക് വരുമ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, സ്പൈക്ക് ടെസ്റ്റിംഗ് ചെയ്യുക. എൻഡ്യൂറൻസ് ടെസ്റ്റ് ചെയ്യുക, ഒരു ലോങ് ഡ്യൂറേഷനിലേക്ക് ആപ്ലിക്കേഷൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എൻഡ്യൂറൻസ് ടെസ്റ്റിംഗ്. ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറൻറ്റ് റെസ്പോൺസ് റേറ്റ്, എറർ റേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തിൽ നിന്ന് കണ്ടെത്താനാവും. അങ്ങനെ കണ്ടെത്തുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അനോമലീസിനെ അല്ലെങ്കിൽ ബോട്ടിൽ നെക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ട് ടെസ്റ്റിൽ വരുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, അനലൈസ് റിസൾട്ട് ആൻഡ് ട്യൂൺ സിസ്റ്റം. അതായത് എക്സിക്യൂഷൻ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ്, നമുക്കൊരു റിസൾട്ട് കിട്ടും അല്ലേ. ഈ റിസൾട്ട് എല്ലാം കൂടി നമ്മൾ കളക്ട് ചെയ്തിട്ട് അതിനകത്തിലെ ബോട്ടിൽ നെക്സിനെ ഐഡൻറ്റിഫൈ ആണ് ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത്. അതായത് സ്ലോ ക്വരീസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് മെമ്മറി, ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്തൊക്കെയാണ് അവിടെ വരുന്ന ബോട്ടിൽ നെക്സ് എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. എന്നിട്ട് ഈ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്ത്, അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷനെ കിട്ടി, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പെർഫോമൻസ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കി പലതരത്തിലുള്ള മെട്രിക്സുകളെ നമ്മൾ അതിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തു. റിപ്പോർട്ട് വെച്ചിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇനി ട്യൂൺ ചെയ്യണം. അതായത് എന്തൊക്കെയാണോ ഈ ഒരു റിസൾട്ടിനനുസരിച്ച് കോഡ് ഇമ്പ്രൂവ് ചെയ്തിട്ട് ശരിയാക്കാനുള്ളതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഹാർഡ്വെയർ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണെങ്കിൽ അതുപോലെ. അപ്പോൾ എന്ത് ചെയ്താലാണ് നമുക്ക് ആ ഒരു എക്സ്പെക്റ്റഡിലേക്ക് പോകുന്നത് എന്നുള്ള ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ആപ്ലിക്കേഷനെ മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ പെർഫോമൻസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സ്ട്രക്ചേർഡ് പ്രോസസ്സ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് മെട്രിക്സ് ഇൻ പെർഫോമൻസ് ടെസ്റ്റിംഗ് ആണ്. പെർഫോമൻസ് ടെസ്റ്റിങ്ങിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന മെട്രിക്സുകളുടെ ഡേറ്റയാണ് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് CPU യൂട്ടിലൈസേഷൻ, പിന്നെ മെമ്മറി യൂട്ടിലൈസേഷൻ, റെസ്പോൺസ് ടൈം, ആവറേജ് ലോഡ് ടൈം, ത്രൂപുട്ട്, ആവറേജ് ലേറ്റൻസി ഓർ വെയിറ്റ് ടൈം, bandwidth, request per second, error rate, transaction passed or failed. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്ന മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതിലെന്താണ് CPU യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ, സോ CPU യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് CPU നമ്മളുടെ ടെസ്റ്റ് കവർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു ഹൈ യൂട്ടിലൈസേഷൻ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈ CPU യൂട്ടിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ പ്രോസസ്സർ അതിൻ്റെ ലിമിറ്റിനനുസരിച്ച്, അതിൻ്റെ ലിമിറ്റോടനുസരിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അതിനർത്ഥം. ഓക്കെ, ഇനി ലോ യൂട്ടിലൈസേഷൻ ആണ്, അല്ലെങ്കിൽ CPU യൂട്ടിലൈസേഷൻ ആ ഒരു അക്സെപ്റ്റബിൾ ലെവലിലാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓക്കെ. ഹൈ CPU യൂട്ടിലൈസേഷനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ലിമിറ്റ് എത്തി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതായത് ഏകദേശം 85 to 90% വരെ ആ ഒരു നോർമൽ വരെ ഓക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇനിയും രണ്ടാമത്തെ എന്താണ്, മെമ്മറി യൂട്ടിലൈസേഷൻ. അവിടെ എന്താണ് മെയിൻ മെമ്മറിയിൽ നോക്കുന്നത്, റാമിൻ്റെ കാര്യമാണ് നോക്കുന്നത്. അതായത് ഹൗ മച്ച് റാം ആപ്ലിക്കേഷൻ കൺസ്യൂംസ്, ആപ്ലിക്കേഷൻ എത്രത്തോളം മെമ്മറി കൺസ്യൂം ചെയ്യുന്നുണ്ട്. അതായത് ഒരു യൂസർ ലോഡ് കൊടുക്കുന്ന സമയത്ത് എത്രത്തോളം മെമ്മറി, നമ്മളിപ്പോൾ ഒരു ആപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിനകത്തിൽ ഔട്ട് ഓഫ് മെമ്മറി ആവുകയാണെങ്കിൽ എന്താണ്, നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ എത്രത്തോളം സ്പേസ് വേണം, എപ്പോഴും മൊബൈൽ ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ വളരെ ലിമിറ്റഡ് സ്പേസേ അല്ലെങ്കിൽ MBs എടുക്കാവുള്ളൂ അല്ലേ. അപ്പം എത്രത്തോളം മെമ്മറി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ മെമ്മറി മീൻസ് ഓവർ യൂട്ടിലൈസ്ഡ് ആയിട്ട് പിന്നെ ക്രാഷോ അല്ലെങ്കിൽ ഹാങ്ങോ എന്തെങ്കിലും ഉണ്ടാവുന്നുണ്ടോ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെമ്മറി യൂട്ടിലൈസേഷനിൽ വരുന്നത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്, റെസ്പോൺസ് ടൈം. സോ അടുത്തതെന്ന് പറയുന്നത് റെസ്പോൺസ് ടൈം.
റെസ്പോൺസ് ടൈമിൽ നമ്മൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫീച്ചറിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കുന്നുണ്ട് അതിലൊരു ആക്ഷൻ തിരിച്ചൊരു റെസ്പോൺസ് വരാനായിട്ട്, അതാണ് അവിടെ നോക്കുന്നത്. ഉദാഹരണം, നിങ്ങളൊരു ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് ആ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരാനുള്ള ടൈം, അതായത് നമ്മൾ ആ ഒരു കറക്റ്റായിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരണമെന്ന് ഉള്ളതാണ് അതിൻ്റെ നോർമൽ ഒരു യൂസ് കേസ് എന്നെങ്കിൽ എത്ര ടൈം എടുക്കുന്നു അത് വരാനായിട്ട്. അപ്പോൾ ലോവർ പെർഫോമൻസ് അല്ലെങ്കിൽ ലോവർ റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത് എന്താണ്? പുവർ പെർഫോമൻസിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് വളരെ താമസിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നില്ല, സക്സസ്ഫുൾ സ്ക്രീൻ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു പുവർ പെർഫോമൻസിനെയാണ് കാണിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് ലോഡ് ടൈം. സോ ഒരു ടെസ്റ്റിൻ്റെ സമയത്ത് എത്ര ടൈം എടുക്കുന്നു പേജ് കംപ്ലീറ്റ്ലി ലോഡ് ആവാൻ എന്നുള്ളതാണ് നമുക്ക് ആവറേജ് ലോഡ് ടൈം ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ലോഡ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു കൺസിസ്റ്റൻസി അവിടെ മേജർ ആയിരിക്കണം അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്, ആപ്ലിക്കേഷൻ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഇനി അതിനുശേഷം വരുന്നത് എന്താണ്? ത്രൂപുട്ട്. നേരത്തെ പറഞ്ഞു ഞാൻ ത്രൂപുട്ട് എന്താണെന്ന്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക എന്താണ് ത്രൂപുട്ട് എന്നുള്ളത്. സോ ത്രൂപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു എത്ര റിക്വസ്റ്റാണ് ഒരു സെർവർ ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ത്രൂപുട്ട് എന്ന് പറയുന്നത് ഒരു സെർവർ ഒരു എത്ര റിക്വസ്റ്റ് ഒരു സെക്കൻഡിൽ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് മെയിനായിട്ട് ചെക്ക് ചെയ്യുന്നത്. ഇനിയും ഹയർ ത്രൂപുട്ട് ആണെങ്കിൽ വളരെ ബെറ്റർ സ്കെയിലബിലിറ്റി ആണെന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത എന്താണ്? ആവറേജ് ലാറ്റൻസി ആണ് അല്ലെങ്കിൽ വെയിറ്റ് ടൈം. അതായത് ഒരു റിക്വസ്റ്റ് നമ്മളെ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് കൊടുക്കുവാനും അതിൽ നിന്ന് തിരിച്ചു വരാനുമുള്ള ഒരു ആവറേജ് ടൈമാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നെറ്റ്വർക്ക് അല്ലെങ്കിൽ സെർവർ ഡിലേ ആണ് നമ്മളവിടെ മെയിനായിട്ട് മെഷർ ചെയ്യുന്നത്. ഇനിയും അടുത്തെന്ന് പറയുന്നത് എന്താണ്? ബാൻഡ്വിഡ്ത്ത് ആണ്. സോ വാട്ട് ഈസ് എ ബാൻഡ്വിഡ്ത്ത്? സോ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എത്ര എമൗണ്ട് ഓഫ് ഡേറ്റയാണ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളവിടെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നോർമൽ യൂസർ ട്രാഫിക്കിനകത്തിൽ എത്രത്തോളം നമുക്ക് ആപ്ലിക്കേഷനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അവിടെ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് കപ്പാസിറ്റിയാണ്, എത്ര നെറ്റ്വർക്ക് കപ്പാസിറ്റി അത് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. ഇനി അടുത്തത് റിക്വസ്റ്റ് പെർ സെക്കൻഡ്. ഓരോ സെക്കൻഡിലും എത്ര റിക്വസ്റ്റ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റുന്നു, അതാണ് നമുക്ക് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നു, അതാണ് അവിടെ മെയിനായിട്ട് നോക്കുന്നത്. എറർ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ടെസ്റ്റിൻ്റെ സമയത്ത് എത്ര റിക്വസ്റ്റാണ് ഫെയിൽ ആവുന്നത് എന്നുള്ളതാണ് എറർ റേറ്റ് സൂചിപ്പിക്കുന്നത്. അതായത് സെർവർ എറർ അല്ലെങ്കിൽ ടൈം ഔട്ട്, ക്രാഷസ്, ഇതെല്ലാം ഇതിനകത്തിലേക്ക് ഉൾപ്പെടുന്നു. ഇനിയും അടുത്ത എന്താണ്? ട്രാൻസാക്ഷൻസ് പാസ്ഡ് ഓർ ഫെയിൽഡ്. സോ ട്രാൻസാക്ഷൻ പാസ്ഡ് ഓർ ഫെയിൽഡ് എന്ന് പറയുന്നത് എന്താണ്? എത്ര നമ്പർ ഓഫ് സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ നടന്നു, എത്ര നമ്പർ ഓഫ് ഫെയിൽഡ് ട്രാൻസാക്ഷൻ നടന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. മീൻസ് റിക്വസ്റ്റിൻ്റെ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ, അല്ലാതെ വേറെ ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ അല്ല. എത്ര റിക്വസ്റ്റ് സെൻഡ് ചെയ്യാൻ പറ്റി, എത്ര റെസ്പോൺസ് കിട്ടി എന്നുള്ളതാണ്. ഫെയിൽഡ് ആൻഡ് പാസ് ട്രാൻസാക്ഷനാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റിയെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പം ഈ ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗ് മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മളുടെ ആപ്ലിക്കേഷൻ്റെ ഓവറോൾ ഹെൽത്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ടൂൾസിനെ പരിചയപ്പെടാം. നേരത്തെ പറഞ്ഞ പോലെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് മാനുവലി പോസിബിൾ അല്ല. മാനുവലി പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് അത്രയും യൂസർ ലോഡിനെ നമുക്ക് ഹയർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി കാരണം നമുക്ക് ടൂൾസ് യൂസ് ചെയ്തിട്ടേ പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസാണ് നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ അപ്പാച്ചെ ജെമീറ്റർ. ഈ ഒരു ടൂളിനെ കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. സോ അപ്പാച്ചെ ജെമീറ്റർ എന്ന് പറയുന്നത് ഓപ്പൺ സോഴ്സ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. ആർക്ക് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്ത് ടെക്നിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യാവുന്നതാണ്. ജാവ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അല്ലെങ്കിൽ ഒരു ടൂളാണ് അപ്പാച്ചെ ജെമീറ്റർ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ലോഡ് റണ്ണർ. സോ ലോഡ് റണ്ണർ എന്ന് പറയുന്നത് ലൈസൻസ്ഡ് ആണ്, അതായത് പെയ്ഡ് ആണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ ഒരു കോംപ്രിഹെൻസീവ് എൻ്റർപ്രൈസ് ലെവൽ ടൂളാണ് ലോഡ് റണ്ണർ എന്ന് പറയുന്നത്. ദെൻ കംസ് ഗേറ്റ്ലിങ്ങും നേരത്തെ പറഞ്ഞതുപോലെ ഓപ്പൺ സോഴ്സ് ആണ്, അതുപോലെ സ്കാലാബ് ബേസ്ഡ് ആണ്, അതുപോലെ വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗ് ടൂളാണ് ഗേറ്റ്ലിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റ് ചെയ്യാവുന്നതാണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്. ദെൻ കംസ് ലോക്കസ്റ്റ്
ലോക്കസ്റ്റ് ഈസ് ഓൾസോ ഓപ്പൺ സോഴ്സ് ആണ്, അതായത് ഫ്രീ ആണ്. പൈത്തൺ ബേസ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ടെസ്റ്റിംഗ് ടൂളാണ് ലോക്കസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് K6 എന്ന് പറയുന്നതും ഫ്രീ ആയിട്ടുള്ളതാണ്. മോഡേൺ CLI ബേസ്ഡ് ടൂളാണ് K6 എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ടൂൾസാണ് മേജറായിട്ട് നമ്മൾ പെർഫോമൻസ് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. JMeter, ലോഡ് റണ്ണർ, ഗേറ്റ്ലിംഗ്, ലോക്കസ്റ്റ്, K6. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ നമ്മൾ JMeter ആണ് കൂടുതലും ഇന്ന് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് JMeterനെ കുറിച്ച് പഠിക്കാം. സോ നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് JMeter അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു അപ്പാച്ചെ JMeter. സോ അപ്പാച്ചെ JMeter എന്ന് പറയുന്നത് ബേസിക്കലി അപ്പാച്ചെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷനാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ പേര് അങ്ങനെ വന്നിരിക്കുന്നത്. ഓക്കെ, പെർഫോമൻസ് ടെസ്റ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ് JMeter എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടൂളാണ് നമ്മളുടെ JMeter എന്ന് പറയുന്നത്. അതുപോലെ തന്നെ APIs, വെബ് ആപ്ലിക്കേഷൻസ്, ഡേറ്റാബേസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടൂളാണ്. അതുകൂടാതെ തന്നെ FTP, SMTP സർവീസസും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 2 മോഡിൽ ഇതിൽ അവൈലബിൾ ആണ്. ഒന്ന് കമാൻഡ് ലൈൻ, അതായത് CLI മോഡിലും അതുപോലെ തന്നെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് മോഡിലും നിങ്ങൾക്ക് JMeterനെ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് AC എന്ന് പറയുന്നത് എപ്പോഴും GUI ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു GUI മോഡലായിരിക്കും ഇന്നത്തെ JMeter നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസ്റ്റലേഷൻ ഓഫ് അപ്പാച്ചെ JMeter ആണ്. ഓക്കെ, അപ്പോൾ സോ എങ്ങനെയാണ് നമുക്ക് JMeter ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്, JMeter എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഗൂഗിളിൽ അപ്പാച്ചെ JMeter എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പാച്ചെ JMeter എന്ന് നമ്മൾ ഗൂഗിളിൽ കൊടുക്കുമ്പോൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അപ്പാച്ചെ JMeter എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. സോ ഏതൊരു ബിഗിനറിനും വളരെ പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമുക്ക് നോക്കുമ്പോൾ തന്നെ ഫസ്റ്റ് കാണാം വാട്ട് ഈസ് അപ്പാച്ചെ JMeter. Application is open source software, 100% pure Java application designed to load, test functional behavior and measure performance. Originally designed for testing web application. അപ്പോൾ നെക്സ്റ്റ് ലെവൽ ടെസ്റ്റ് ഫങ്ഷൻസിന് വേണ്ടിയിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വാട്ട് ക്യാൻ ഐ ഡു വിത്ത് ഇറ്റ്, അതുപോലെ താഴേക്ക് ഹൗ ഡു ഐ ഡു ഇറ്റ്, JMeter ഇസ് നോട്ട് എ ബ്രൗസർ, ട്യൂട്ടോറിയൽസ്, ഇതെല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, JMeter ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ എബൌട്ട് സെക്ഷന് തൊട്ട് താഴെ ഡൗൺലോഡ് സെക്ഷനുണ്ട്. ഇതിൽ ഡൗൺലോഡ് റിലീസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. സോ ഡൗൺലോഡ് റിലീസസിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് അപ്പാച്ചെ JMeterനെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അപ്പാച്ചെ JMeter 5.6.3 ആണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള വേർഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് Java 8+, 8ന് മേലുള്ള ഏതെങ്കിലും Java വേർഷൻസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കണം. ബിക്കോസ് അപ്പാച്ചെ JMeter എന്ന് പറയുന്നത് പ്യുവർലി Java ബേസ്ഡ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്പാച്ചെ JMeter 5.6.3യുടെ സിപ്പ് ഫയൽ കാണാം. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് എന്ത് ഡൗൺലോഡ് ആവും, അപ്പാച്ചെ JMeterൻ്റെ സിപ്പ് ഫോൾഡർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഡൗൺലോഡ്സിനാണ് ഇതുള്ളത്. സോ എക്സ്ട്രാക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ഓൾ, എക്സ്ട്രാക്ട്. ഓക്കെ, നമ്മളപ്പോൾ ഇപ്പോൾ അപ്പാച്ചെ JMeter എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫോൾഡറിനെ ഇവിടെ നിന്ന് ലൊക്കേഷൻ മാറ്റാം. നമുക്ക് Cയിൽ പ്രോഗ്രാം ഫയൽസിൽ കൊണ്ട് ആഡ് ചെയ്യാം. ഓക്കെ, സോ കോമൺലി നമ്മൾ Cയിലാണ്, C ഡ്രൈവിലാണ് നമ്മളുടെ സോഫ്റ്റ്വെയർസ് എല്ലാം ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതേപോലെ Cയിലേക്ക് അതിനെ മൂവ് ചെയ്തത്. ഇനി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഡിഫറെൻറ്റ് ഫോൾഡേഴ്സ് കാണാം. ലൈക്ക് ബിൻ, ഡോക്സ്, എക്സ്ട്രാസ്, ലൈബ്രറി, ലൈസൻസസ്, പ്രിൻ്റബിൾ ഡോക്സ്, ഇതേപോലെ ഒരുപാട് ഫോൾഡേഴ്സ് കാണാം. ഇവിടെ ബിൻ ഫോൾഡർ ഓപ്പൺ ചെയ്യാം.
ഓക്കെ, ബിൻ ഫോൾഡർ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ പല രീതിയിലുള്ള ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഫയൽസ് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ JMeterൻ്റെ വിൻഡോസ് ബാച്ച് ഫയലാണ്. ഓക്കെ, JMeterൻ്റെ വിൻഡോസ് ബാച്ച് ഫയൽ എന്ന് പറയുന്ന ടൈപ്പിലുള്ള ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, വിൻഡോസ് ബാച്ച് ഫയൽ ഓപ്പൺ ചെയ്തു. നമുക്കപ്പോൾ നമ്മളുടെ ഒരു കമാൻഡ് പ്രോംപ്റ്റ് ആണ് ആദ്യം ഓപ്പൺ ആയത്. എന്നിട്ട് നമുക്ക് എന്ത് വന്നു, JMeterൻ്റെ GUI അല്ലെങ്കിൽ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് നിങ്ങൾക്കിവിടെ വിസിബിൾ ആയിട്ടുണ്ടാവും. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ടെസ്റ്റ് പ്ലാനാണ് കാണാൻ സാധിക്കുന്നത്. എന്താണ് ഈ ടെസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത്? ഈ ടെസ്റ്റ് പ്ലാനിലാണ് നമുക്ക് എന്തെല്ലാം നമ്മളുടെ ടെസ്റ്റിനെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ടെസ്റ്റ് പ്ലാനിനകത്തിൽ നമുക്ക് ടെസ്റ്റ് പ്ലാനിൻ്റെ നെയിമുണ്ട്, കമൻസ് ഉണ്ട്, പിന്നെ യൂസർ ഡിഫൈൻഡ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതുപോലെ കൺസിക്യൂട്ടീവ്ലി ത്രെഡ് ഗ്രൂപ്പ്സിനെ റൺ ചെയ്യണോ? ത്രെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം. ടെസ്റ്റ് പ്ലാനിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ റൺ ടിയർ ഡൗൺ ത്രെഡ് ഗ്രൂപ്പ്സ് ആഫ്റ്റർ ഷട്ട് ഡൗൺ ഓഫ് മെനി ത്രെഡ്സ്, അതുപോലെ ഫങ്ഷണൽ ടെസ്റ്റ് മോഡ്, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മളുടെ ടെസ്റ്റ് പ്ലാനിനെ പ്രീ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞു, ആദ്യമേ എന്താണോ നമുക്ക് കാര്യം ചെക്ക് ചെയ്യേണ്ടത് അതിനെ ഒന്ന് മെഷർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ച് നമുക്കിവിടെ ടെസ്റ്റ് പ്ലാൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ ടെസ്റ്റിനും നമുക്ക് ഓരോ ടെസ്റ്റ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ടെസ്റ്റ് പ്ലാനിൻ്റെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫോർ ദ ടൈം ബീയിങ് ഞാനിതിന് ഗൂഗിൾ ടെസ്റ്റ് എന്നോ എന്തെങ്കിലും കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഈ ടെസ്റ്റ് പ്ലാൻ നമ്മൾ ലെഫ്റ്റിൽ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് പ്ലാനിന് ആ ഒരു ഫോൾഡർ സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ഈ ഒരു ഇതിനകത്തിൽ നിന്ന് വേണം നമുക്ക് നമ്മളുടെ പുതിയ ത്രെഡ് ഗ്രൂപ്പിനെ ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ് ഈ ത്രെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്? ഈ ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി യൂസേഴ്സിനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂസേഴ്സിൻ്റെ ഡേറ്റ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത് തന്നെ യൂസർ ബിഹേവിയറിനെ ഗിമിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ അത്രയും യൂസേഴ്സിനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത്? ത്രെഡ് ഗ്രൂപ്പ് വേണം. അപ്പോൾ യൂസേഴ്സിനെ അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ത്രെഡ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ത്രെഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മൾ ടെസ്റ്റ് പ്ലാനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ഓപ്ഷനിൽ ജസ്റ്റ് ഹോവർ ചെയ്യുമ്പോൾ ത്രെഡ്സ് വരും. അതിൽ ഹോവർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ത്രെഡ് ഗ്രൂപ്പ് ഓപ്പൺ ആവും. സോ ഞാനിവിടെ ഒരു ത്രെഡ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ത്രെഡ് ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കൂ. നെയിം, കമൻറ്റ്സ്, ദെൻ ആക്ഷൻ ടു ബി ടേക്കൺ ആഫ്റ്റർ എ സാമ്പിളർ എറർ. ഒരു എറർ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ നമ്മൾ നെക്സ്റ്റ് ആക്ഷൻ ചെയ്യേണ്ടത്? കണ്ടിന്യൂ ചെയ്യണോ, അതോ അടുത്ത ത്രെഡ് ലൂപ്പിലേക്ക് പോകണോ, സ്റ്റോപ്പ് ചെയ്യണോ, ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കറണ്ടായിട്ട് ഇപ്പോൾ തന്നെ ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ള ലെവലിൽ നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇനി ഇവിടെയാണ് നമ്മൾ യൂസറിനെ കൊടുക്കുന്നത്. ത്രെഡ് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ യൂസർ പ്രോപ്പർട്ടീസാണ്. അപ്പോൾ നമ്പർ ഓഫ് യൂസേഴ്സ് ബൈ ഡിഫോൾട്ട് 1 ആയിരിക്കും. റാമ്പപ്പ് പീരീഡ് ഉണ്ട്. റാമ്പപ്പ് പീരീഡ് എന്ന് പറയുന്നത് ഒരു ടെസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അടുത്ത റിക്വസ്റ്റ് എപ്പോൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ള അതിന് ഇടയ്ക്കുള്ള ടൈമാണ്, എത്ര സെക്കൻഡ്സ് ഉള്ളതാണ്. ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ് ലൂപ്പ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ സെയിം യൂസർ ഓൺ ഈച്ച് ഐറ്ററേഷൻ, ഡിലേ, ഇതെല്ലാം നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ടെസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയും ഞാനിവിടെ ഒരു പുതിയ നമുക്ക് വെബ്സൈറ്റ് ടെസ്റ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ത്രെഡ് ഗ്രൂപ്പിൽ ആഡ് കൊടുക്കുക, സാമ്പിളർ കൊടുക്കുക. നമ്മൾ HTTP റിക്വസ്റ്റുകളെയാണ് എപ്പോഴും ഇവിടെ ടെസ്റ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ HTTP റിക്വസ്റ്റ് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് മാറ്റാം, കമൻറ്റ്സ്, പിന്നെ നമ്മൾ ആ ഒരു കൊടുക്കുന്ന URLൻ്റെ ഡേറ്റ ഇവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഗൂഗിളിൻ്റെ സൈറ്റ് തന്നെ നമുക്ക് ആദ്യം നോക്കാം. google.com. ഈ ഒരു പെർട്ടിക്കുലർ പേജാണ് നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു URL എടുത്തിട്ട് സെർവർ നെയിം ഓർ IP എന്നുള്ളിടത്ത് കൊടുക്കുക. നമുക്ക് ഓൾറെഡി പ്രോട്ടോകോൾ ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് ഓപ്ഷൻ ഉണ്ട്, HTTP എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ നമ്മളവിടെ HTTPS കൊടുക്കുക, സിൻസ് നമ്മളുടെ URL HTTPS ആയതുകൊണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ നമുക്കിവിടെ വേണ്ട. ഓക്കെ,
ഇനി അതിനുശേഷം പാത്ത് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പാത്തിൽ നമ്മൾ ബാക്കി പേജസ് ഉണ്ടെങ്കിൽ ബാക്കി പേജസിൻ്റെ ഡേറ്റയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് സ്ലാഷ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ സ്ലാഷ് നമ്മൾ ഇവിടേക്ക് മെൻഷൻ ചെയ്തു. ജസ്റ്റ് നമ്മളുടെ സെർവർ നെയിം ഇവിടെ മെൻഷൻ ചെയ്തു, അതുപോലെ പ്രോട്ടോകോൾ ആൻഡ് ഏത് ടൈപ്പ് ഓഫ് റിക്വസ്റ്റ് ആണ്, ദെൻ പാത്ത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് ത്രെഡ് ഗ്രൂപ്പിലേക്ക് തിരിച്ചു വരാം. ഇനി നമുക്ക് ഞാനിവിടെ യൂസേഴ്സിൻ്റെ കൗണ്ട് ഒരു 1000 കൊടുക്കുകയാണ്, റാമ്പ് പീരീഡ് ഒരു 10 സെക്കൻഡ് കൊടുക്കുകയാണ്, ലൂപ്പ് കൗണ്ട് ഒരു 10 സെക്കൻഡ് മീൻസ് 10 ടൈംസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡേറ്റ കൊടുത്തു. ഇനിയും എനിക്കിതിൻ്റെ റിസൾട്ട് കാണണമെങ്കിൽ ഞാൻ എക്സ്ട്രാ റിസൾട്ട്സിനെ ആഡ് ചെയ്യണം. അതിനായിട്ട് ത്രെഡ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, ആഡ് കൊടുക്കുക, ലിസണർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ലിസണറിലാണ് നമുക്ക് പല ടൈപ്പ് ഓഫ് റിസൾട്ടിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ റിസൾട്ട് ട്രീ ഉണ്ട്, സമ്മറി റിപ്പോർട്ട്, അഗ്രിഗേറ്റ് റിപ്പോർട്ട്, ബാക്ക് ആൻഡ് ലിസണർ, ഗ്രാഫ്, ഇങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് പല രീതിയിലുള്ള റിസൾട്ട്സിനെ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ റിസൾട്ട് ട്രീ കൊടുക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് ജസ്റ്റ് നമുക്കൊരു ഗ്രാഫ് റിസൾട്ടും കൂടി സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒരു ടേബിൾ ടൈപ്പ് ഓഫ് റിസൾട്ടും കൂടി സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഡേറ്റ അനുസരിച്ച് എങ്ങനെയാണ് നമുക്ക് റിസൾട്ടിനെ ജനറേറ്റ് ചെയ്യുന്നത്, പല രീതിയിൽ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, ഇനിയും നമുക്ക് ഇത്രയും ആയ സ്ഥിതിക്ക് നമുക്കിതിനെ എന്ത് ചെയ്യാം, ഞാൻ ഈ ത്രെഡ് ഗ്രൂപ്പിനെ സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോൾ ഞാൻ ഇതിൻ്റെ പേര് ത്രെഡ് ഗ്രൂപ്പ് എന്നല്ല വയ്ക്കുന്നത്, ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് മാറ്റുകയാണ്. സോ ഗൂഗിൾ ടെസ്റ്റ് സേവ്, ഒരു JMX ഫയലായിട്ടായിരിക്കും എപ്പോഴും നമ്മുടെ ടെസ്റ്റ് സേവ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ റൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റൺ ചെയ്യുമ്പോൾ നിങ്ങൾ റിസൾട്ട് ട്രീയിലേക്ക് നോക്കി കഴിഞ്ഞാലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഗ്രാഫ് റിസൾട്ട് എടുത്തിരിക്കുകയാണ്. ഇവിടെ സാമ്പിൾസ് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ലേറ്റസ്റ്റ് സാമ്പിൾ ഏത് ആണെന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് മെട്രിക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന റിസൾട്ടിനനുസരിച്ച്, ആ ഒരു കൊടുത്തിരിക്കുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ച് അത്രയും ടൈം നമ്മളുടെ പെർഫോമൻസ് ടെസ്റ്റിംഗ് ഇവിടെ നടക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്, നമ്മൾ ഈ റിക്വസ്റ്റ് കൊടുത്തിരുന്നു, റിക്വസ്റ്റ് കൊടുത്ത് ടൈപ്പ് ഓഫ് എത്ര നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര 1000 × 10 ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പം ഏകദേശം 10,000 സാമ്പിൾസ് ആണ് നമുക്കിവിടെ വർക്ക് ചെയ്യേണ്ടത്. 1000 × അതായത് നമ്പർ ഓഫ് ത്രെഡ്സ് ഇൻറ്റു റാമ്പ് അപ്പ് പീരീഡ് ആണ് നമുക്ക് എന്ത് വരുന്നത്, ഈ സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് വർക്ക് ചെയ്യാണ്. 10,000 വേണം വരാനായിട്ട്. ഇപ്പം 9,000 സംതിങ് ആയിട്ടുണ്ട്. ലേറ്റസ്റ്റ് സാമ്പിൾ ഓരോന്നിൻ്റെയും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കിവിടെ പല ഫോർമാറ്റിൽ നമ്മളിവിടെ ഡേറ്റ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഓരോ റിസൾട്ടിനെയും നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറച്ച് വന്നപ്പോഴത്തേക്കും നമുക്ക് എറേഴ്സ് ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുമ്പ് ആദ്യമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന ഡേറ്റയും കാണാം. അപ്പോൾ എന്തുകൊണ്ടാണ് റിക്വസ്റ്റ് നമുക്ക് എറർ വന്നത് എന്നുള്ളതും ഇവിടെ കാണാൻ പറ്റും. ടു മെനി റിക്വസ്റ്റ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, റെസ്പോൺസ് മെസ്സേജ് വന്നിരിക്കുന്നത് ടു മെനി റിക്വസ്റ്റ് ആണ്. ഇനി ഗ്രാഫ് റിസൾട്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഓക്കെ, സ്റ്റാർട്ട്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു വെബ്സൈറ്റ് പെർഫോമൻസ് ടെസ്റ്റിംഗ് അണ്ടർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഈ ഒരു JMeter ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് എന്താണ്, ഒരു ടെസ്റ്റ് പ്ലാനാണ്. അപ്പോൾ ടെസ്റ്റ് പ്ലാൻ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെയാണ് നമുക്ക് നമ്മുടെ ടെസ്റ്റിനെ നേരത്തെ തന്നെ പ്രീ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ നെയിം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിത് തൽക്കാലം നമുക്കിവിടെ ഒരു വെബ്സൈറ്റ് ടെസ്റ്റ് എന്നോ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണ്. ഓക്കെ, ഇനി അതിനുശേഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കമൻറ്റ്സ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ കൺസിക്യൂട്ടീവ്ലി നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഈ ഒരു ത്രെഡ് ഗ്രൂപ്പിനെ റൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ റൺ ടിയർ ഡൗൺ ത്രെഡ് ഗ്രൂപ്പ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂസേഴ്സിനെയാണ്. ഓക്കെ, അപ്പോൾ യൂസേഴ്സിനെ പല രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതിനേക്ക് വരുന്നതിന് മുമ്പായിട്ട് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്ന ടെസ്റ്റ് പ്ലാനിലേക്ക് യൂസർ ലോഡിനെ ആഡ് ചെയ്യണം. അതിനായിട്ട് ആഡ് ത്രെഡ്സ് ദെൻ ത്രെഡ് ഗ്രൂപ്പ് കൊടുക്കാം.
ഓക്കെ, അപ്പോൾ ത്രെഡ് ഗ്രൂപ്പിൻ്റെ ഡേറ്റ നമുക്കിവിടെ മെൻഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ത്രെഡ് ഗ്രൂപ്പിൻ്റെ ഡേറ്റ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ബൈ ഡിഫോൾട്ട് നമ്പർ ഓഫ് ത്രെഡ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് യൂസേഴ്സിനെയാണെന്ന് പറഞ്ഞു. റാമ്പ് അപ്പ് പീരീഡ് എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് റൺ ചെയ്തതിന് ശേഷം എത്ര സെക്കൻഡ് ഡിലേ കൊടുക്കണം എന്നുള്ളതാണ്. അതുപോലെ അതിന് ശേഷം വന്നിരിക്കുന്നത് ഡൂപ്പ് കൗണ്ട്, അതായത് ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് എത്ര പ്രാവശ്യം റൺ ചെയ്യണം എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ ഒരു JMeter എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ യൂസർ ബിഹേവിയറിനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേഷൻ കാണിക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്തെല്ലാം ആക്ഷൻസ് ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത് എന്നുള്ളതും ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ GUI ആയതുകൊണ്ട് വളരെ ഈസിയാണ്. ഇപ്പം ഒരു എറർ വന്നു കഴിഞ്ഞാൽ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ നെക്സ്റ്റ് ത്രെഡ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യണോ, ത്രെഡ് സ്റ്റോപ്പ് ചെയ്യണോ, ടെസ്റ്റ് സ്റ്റോപ്പ് ചെയ്യണോ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ടെസ്റ്റ് നൗ എന്നുള്ള പല ഓപ്ഷൻസ് ഉണ്ട്. നമ്മളിവിടെ കണ്ടിന്യൂ ആണ് ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ യൂസേഴ്സിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട, പെർഫോമൻസ് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു വെബ്സൈറ്റ് എന്താണോ അതിനെ നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഏത് പേജാണെന്ന് വെച്ചാൽ, സോ അതിനായിട്ട് ആഡ് സാമ്പിളർ HTTP റിക്വസ്റ്റ്. നമ്മളെപ്പോഴും HTTP റിക്വസ്റ്റുകളെയാണ് ഈ ഒരു പെർഫോമൻസ് ടെസ്റ്റിന് വിധേയമാക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മളുടെ വെബ്സൈറ്റിൻ്റെ സെർവർ നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളുടെ പ്രോട്ടോക്കോൾ മെൻഷൻ ചെയ്യാം, പാത്ത് മെൻഷൻ ചെയ്യാം. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് എടുക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു e-commerce വെബ്സൈറ്റ് എടുക്കുകയാണ്, amazon.in എടുക്കുകയാണ്. ഓക്കെ, നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം amazon.in എന്നുള്ളത് കൊടുത്തിരിക്കുകയാണ്. സോ പാത്തിൽ നമ്മൾ നെക്സ്റ്റ് പേജസ് എന്തൊക്കെയാണോ ഉള്ളത് ആ ഒരു പാത്താണ് മെൻഷൻ ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ പ്രോട്ടോക്കോൾ നമ്മൾ ഓൾറെഡി എവിടെ കൊടുക്കണം, ഈ ഒരു പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഓപ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിലേക്ക് നമ്മുടെ URL പ്രോട്ടോക്കോൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനിയും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കാണണം. റിസൾട്ട് കാണണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ലിസണേഴ്സിനെ ആഡ് ചെയ്യണം. അപ്പോൾ റിസൾട്ട് കാണുന്നത് ലിസണറിനുള്ളിലാണ്. സോ ആഡ് ലിസണർ. ഞാനിവിടെ ഒരു റിസൾട്ട് ട്രീ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാം. ഈ കാണുന്നതെല്ലാം പലതരത്തിലുള്ള റിസൾട്ടാണ്. അപ്പോൾ ബേസ്ഡ് ഓൺ യുവർ റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യാം. രണ്ടാമത് ഒരു ഗ്രാഫ് റിസൾട്ടും ഇതേ കാര്യത്തിന് തന്നെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒരു ടൈപ്പ് ഓഫ് റിസൾട്ട് കൂടെ ആഡ് ചെയ്യാണ്, ടേബിൾ ടൈപ്പ് ഓഫ് റിസൾട്ടും കൂടെ ആഡ് ചെയ്യണം. ആഡ് ലിസണർ, ഓക്കെ, വ്യൂ റിസൾട്ട്സ് ഇൻ ടേബിൾ. ഓക്കെ, 3 ടൈപ്പ് ഓഫ് റിസൾട്ട് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സേവ് ചെയ്യാണ്. സേവ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ റിക്വസ്റ്റ് നെയിം നിങ്ങൾക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. സോ ഞാനിവിടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ web.jmx എന്ന് കൊടുക്കുകയാണ്, സേവ്. ഓക്കെ, ഒരു JMX ഫയലായിട്ടാണ് നമ്മളുടെ ഈ ഒരു JMeterൻ്റെ റിസൾട്ട് സേവ് ആവുന്നത്. ഇനിയും അതിന് ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മളുടെ ഈ ഒരു പെർട്ടിക്കുലർ റിക്വസ്റ്റ് എന്താണോ നമ്മളുടെ ഇതിനകത്തിൽ ആഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനെ നമുക്ക് ഈ 3 ട്രീ അല്ലെങ്കിൽ ലിസണേഴ്സിനകത്തിൽ നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കാണാനായിട്ട് സാധിക്കും. സോ ഇതിനെ ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇവിടെ ഇപ്പം 503 റെസ്പോൺസ് കോഡാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് സർവീസ് അൺഅവൈലബിൾ എന്നുള്ള ലെവലിൽ. മേ ബി എന്തെങ്കിലും ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ഇഷ്യൂ കാരണമായിരിക്കാം ഇങ്ങനെ വന്നിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതിനകത്ത് നമ്മളൊരു വെബ്സൈറ്റ് കൊടുക്കുകയാണ്, ഒരു സാമ്പിൾ വെബ്സൈറ്റ്. നമ്മളിപ്പോൾ ഒരു സർവീസ് അൺഅവൈലബിൾ എന്ന് പറഞ്ഞ എറർ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു വെബ്സൈറ്റ് കൊടുത്തു. അപ്പോൾ സോഴ്സ് ഡെമോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മളുടെ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് എന്താണ്, HTTPS ആണ്. ഓക്കെ, ആൻഡ് പാത്ത് വന്നിട്ട് / ബാക്കി പേജസിലോട്ട് പോകുന്ന ആ പേജസ് ആണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത്. ദെൻ നമുക്ക് വന്നിട്ട് 3 ടൈപ്പ് ഓഫ് റിസൾട്ട് ഉണ്ട് അല്ലേ. ഈ 3 ടൈപ്പ് ഓഫ് റിസൾട്ടിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തതെന്ന് നോക്കാം. ജസ്റ്റ് ഞാൻ ഒന്ന് റൺ ചെയ്തുവാണ്. റൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇത് ബൈ ഡിഫോൾട്ട് 1 ആണ് യൂസർ. ഓക്കെ, ഈ HTTP റിക്വസ്റ്റിൽ ഇപ്പോൾ റിസൾട്ട് ട്രീ എടുക്കുകയാണെങ്കിൽ HTTP റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ റെസ്പോൺസ് മെസ്സേജ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ത്രെഡ് ഗ്രൂപ്പിൽ ഇപ്പോൾ കിടക്കുന്നത് യൂസർ കൗണ്ട് 1 ആണ്. ഞാനിവിടെ മാറ്റിയിട്ട് യൂസർ കൗണ്ട് 100 കൊടുക്കുകയാണ്.
റാമ്പ് അപ്പ് പീരീഡ് എന്ന് പറയുന്നത് ഞാൻ ഒരു 2 സെക്കൻഡ്സ് കൊടുക്കുകയാണ്. ആൻഡ് ലൂപ്പ് കൗണ്ട് എന്ന് പറയുന്നത് 10 കൊടുക്കുകയാണ്. അതായത് ഒരു യൂസർ 2 പ്രാവശ്യമായിരിക്കും ഇവിടെ ലൂപ്പ് കൗണ്ട് വരുന്നത്, അല്ലെങ്കിൽ 10 പ്രാവശ്യമായിരിക്കും ലൂപ്പ് കൗണ്ട് വരുന്നത്. ഓരോ റിക്വസ്റ്റും സെൻഡ് ചെയ്തതിന് ശേഷം 2 സെക്കൻഡ്സ് അവിടെ ഡിലേ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാവേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡേറ്റ എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഒന്നും കൂടി റൺ ചെയ്യാണ്. ഓക്കെ, സോ പെൻ ടു എക്സിസ്റ്റിംഗ് ഫയൽ. ഓക്കെ, നമ്മളുടെ റിക്വസ്റ്റിനനുസരിച്ച് ഇവിടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. നമുക്കപ്പോൾ പല രീതിയിലുള്ള റിസൾട്ട് നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റിസൾട്ട് ട്രീയിൽ വന്നിട്ട് നമുക്ക് കംപ്ലീറ്റ് HTTP റിക്വസ്റ്റും റൺ ആവുന്നതിൻ്റെ ഡേറ്റ കാണാം. കംപ്ലീറ്റും ഓക്കെ ആണ്. ഇനി ഗ്രാഫ് റിസൾട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്പർ ഓഫ് സാമ്പിൾസ്, ലേറ്റസ്റ്റ് സാമ്പിൾസ്. അപ്പം ഈ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ ത്രെഡ് ഗ്രൂപ്പ് വരെ പോകേണ്ടതുണ്ട്. അപ്പം നമ്പർ ഓഫ് ത്രെഡ്സ് ഇൻറ്റു ലൂപ്പ് കൗണ്ട് ആണ് എന്ത് പറയുന്നത്, നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്പർ ഓഫ് ത്രെഡ് നമ്മൾ 100 ആണ് കൊടുത്തിരിക്കുന്നത്, ലൂപ്പ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 10 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്പർ ഓഫ് സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ് വരേണ്ടത്, 1000 ആണ്. അപ്പോൾ സാമ്പിൾസ് 1000 ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് സാമ്പിൾ, ഇപ്പോൾ ഗ്രാഫ് റിസൾട്ട് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. യെസ്, ലേറ്റസ്റ്റ് സാമ്പിൾ 29 ആൻഡ് ഡീവിയേഷൻ 21, ത്രൂപുട്ട്. അപ്പോൾ ഈ പറഞ്ഞ മെട്രിക്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഗ്രാഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി ഈ റിസൾട്ടിനെ നമ്മൾ ടേബിൾ ഫോർമാറ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ പല മെട്രിക്സ് ഉണ്ട്. സാമ്പിൾ, സ്റ്റാർട്ട് ടൈം, ത്രെഡ് നെയിം, ലേബൽ, സാമ്പിൾ ടൈം, സ്റ്റേറ്റസ്, ബൈറ്റ്സ്, സെൻഡ് ബൈറ്റ്സ്, ലേറ്റൻസി, കണക്ട് ടൈം, ഇങ്ങനെ ഒരുപാട് റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മളുടെ ഒരു പെർഫോമൻസ് ടെസ്റ്റിംഗ് റിസൾട്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നാണ് നമ്മൾ ബോട്ടിൽ നെക്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് കംപ്ലീറ്റ്ലി പാസ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് ദിസ് വെബ്സൈറ്റ് ഈസ് സ്റ്റേബിൾ എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി ഇതേപോലെ ഒരുപാട് പ്രാക്ടീസ് വെബ്സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ റിയൽ ടൈം എക്സാമ്പിൾസും നിങ്ങളെടുത്ത് പെർഫോമൻസ് ടെസ്റ്റിംഗ് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക. ഇത് വളരെ ബേസിക്കാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കൂടുതലും മുന്നോട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്കൊരു കാര്യം സ്ട്രോങ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.